കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സഖാക്കളുടെ വിചാരം തങ്ങളാണ് എല്ലാ നേടിയവർ, പൂർണ്ണതയിലെത്തിയവർ. തങ്ങൾക്ക് സാക്ഷരതയിൽ 1-ാം സ്ഥാനം, വിദ്യാഭ്യാസത്തിൽ 1-ാം സ്ഥാനം, വികസനത്തിൽ 1-ാം സ്ഥാനം, അടിസ്ഥാന സൗകര്യത്തിൽ 1-ാം സ്ഥാനം, കായിക മേഖലയിൽ 1-ാം സ്ഥാനം, ആരോഗ്യ മേഖലയിൽ 1-ാം സ്ഥാനം. പക്ഷേ പുറത്തൊന്ന് പോകുമ്പോഴാണ് ഈ 1-ാം സ്ഥാനം നാം മനസ്സിലാക്കുന്നത്. ഇന്നലെ കർണാടകയിൽ കണ്ടതാണ്. റഹീമുമായി ബന്ധപ്പെട്ട് കേരളം തന്നെ നാണം കെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് കേട്ട്. പക്ഷെ ഇപ്പോൾ ഒന്ന് പറയുകയാണ്, മനുഷ്യത്വത്തിന്റെ ലാംഗ്വേജിലാണ് ഞാൻ സംസാരിക്കുന്നത്, ഇംഗ്ലീഷ് എന്നൊരു വിഷയമല്ലെന്നാണ് പറയുന്നത്. തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഞാൻ ക്യാപ്സ്യൂളുകളുമായി രംഗത്ത് വരുമല്ലേ? അതെ. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാലേ ന്യായീകരണ തൊഴിലാളികളാണ്. അവരുടെ ഏത് നേതാക്കൾ എന്ത് തെറ്റ് ചെയ്താലും അവർ ന്യായീകരിക്കും. കാരണം അവരെ തെറ്റ് എന്നുള്ളത് തെറ്റെന്ന് സമ്മതിക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരാണ്. അപകർഷതാബോധം എന്നുള്ള സാധനം അവർക്കുണ്ട്. അവരംഗീകരിക്കുവാൻ, എന്തും ഇത് നല്ലതാണെന്ന് അംഗീകരിക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പാർട്ടിയുമാണ്, നേതാക്കളുമാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നാം കണ്ടിട്ടുള്ളൂ ഉത്തരേന്ത്യക്കാരെ ചാണകം. അതെ, അവർക്ക് വിവരമില്ല, അതെ, സാക്ഷരതയില്ല, വിദ്യാഭ്യാസമില്ല, ആരോഗ്യ മേഖലയിൽ പിന്നോക്കമാണ്, അവിടെ വർഗീയത ഉള്ളൂ. അതാണ് ഉത്തരേന്ത്യയിൽ ഡൽഹി സർവകലാശാലയിലായാലും മറ്റ് വാരണാസി പോലുള്ള സർവകലാശാലകളിലായാലും പോണ്ടിച്ചേരി പോലുള്ള സർവകലാശാല ആയാലും ഉള്ള യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർ പറയുന്നതാണ്. ഒരു CUT എക്സാമത്തിന് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ കേരളത്തിൽ നിന്ന്, കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നോ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ പഠിച്ചു പോകുന്നവർ ഇൻ്റർവ്യൂ ബോർഡിൽ പോണവർ നാണം കിടയാണ്. മലയാളികൾ നാണം കിടയാണ്. സ്റ്റാൻഡേർഡ് ഇല്ല. ഇപ്പോൾ റഹീമൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്ത് കേരള യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡുള്ള യൂണിവേഴ്സിറ്റി ആയിരുന്നു. കേരള യൂണിവേഴ്സിറ്റിയിൽ വെളിയിലുള്ളവർ വരെ പഠിച്ചിട്ടുണ്ട്. ഇവർക്കൊക്കെ SFI കൂടി പ്രവർത്തിച്ച് DYFI കൂടി പ്രവർത്തിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടാനൊന്നും വലിയ പാടൊന്നുമില്ല. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ അധികാരം ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ കിട്ടും. അതുകൊണ്ട് പലരും ആക്ഷേപിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഡിഗ്രി പരിശോധിക്കണമെന്ന്. നമ്മുടെ ജയശങ്കർ സാറുണ്ട്, അദ്ദേഹം ഇതുപോലെ ഒരു ABCക്ക് ആർക്കോ കൊടുത്ത അഭിമുഖത്തിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ സർട്ടിഫിക്കറ്റുകളും പരിശോധിക്കേണ്ടത്. ഒരു രാജ്യസഭ MP ആണ്, സമ്മതിച്ചു. രാജ്യസഭ MPക്ക് സ്വന്തം ലാംഗ്വേജായ മലയാളത്തിൽ എന്തുകൊണ്ട് രാജ്യസഭയിൽ സംസാരിച്ചുകൂടാ? 14 ഭാഷകൾ ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട്. ഏത് ഭാഷയിലുള്ള ആൾക്കാർക്കും രാജ്യസഭയിൽ സംസാരിക്കാം. കരുണാകരൻ സാറിന് 8ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ. കേരളത്തിൽ ആരാധ്യനായ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം പാർലമെൻറ്റിൽ ഇരുന്നു. എന്ത് നല്ല രീതി സ്ഫുടതയായിട്ട് ഇംഗ്ലീഷ് കരുണാകരൻ സാർ സംസാരിക്കും. അതും ഇംഗ്ലീഷ് തന്നെ വേണോ, ഹിന്ദി തന്നെ വേണമെന്നില്ല. നമ്മളെ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ പറയുവാൻ നമ്മളെ മണ്ഡലത്തിലുള്ളവർക്ക് മലയാളത്തിൽ പാർലമെൻറ്റിലോ രാജ്യസഭയിലോ സംസാരിക്കാം. അതിന് യാതൊരു തെറ്റുമില്ല. അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഓഫീസേഴ്സ് സ്പീക്കറിൻ്റെ ചേംബറിൻ്റെ അവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള എല്ലാവരും ഇംഗ്ലീഷ് പാണ്ഡിത്യമുള്ളവരല്ല. കനിമൊഴി തുടങ്ങിയ നേതാക്കളല്ലാതെ, പാണ്ഡിത്യമുള്ളതല്ലാതെ ബാക്കിയുള്ള സാധാരണ നോമിനേഷൻ രാജ്യസഭയിലോ എലക്ട് ചെയ്ത പാർലമെൻറ്റിലോ ഉള്ളവരൊക്കെ തമിഴിൽ സംസാരിക്കുന്നു. നമ്മളെ തന്നെ സാംസ്കാരിക ബ്രോഡ്കാസ്റ്റിംഗ് കൈകാര്യം ചെയ്യുന്ന മുരുകൻജി, അദ്ദേഹം തമിഴിലാണ് സംസാരിക്കുന്നത്. തെറ്റില്ല. ഇവിടെ നിന്ന് തന്നെ നമ്മളെ തൃശ്ശൂരിൽ നിന്ന് ജയിച്ച നമ്മുടെ ഇന്നസെൻ്റ് സാറ്, അദ്ദേഹം മലയാളത്തിൽ അന്തസ്സായിട്ട് സംസാരിച്ചു. അപ്പോൾ നമ്മളെ മലയാളവും നോർത്ത് ഇന്ത്യയിലുള്ളവർ കേൾക്കട്ട് ഇല്ല, ഞാൻ മലയാളിയാണ്, എനിക്ക് അപകർഷതാബോധമാണ്. അദ്ദേഹം ഒരിക്കൽ പാർലമെൻറ്റിൽ ഈ റഹീം സംസാരിച്ചു. വളരെ ഇംഗ്ലീഷ് അറിയാമെന്നുള്ളവർ പല ആൾക്കാരും ഇരുന്ന് ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെ സുഖമായിട്ട് മലയാളത്തിൽ സംസാരിക്കാം. ഇപ്പോൾ കർണാടകത്തിൽ അത് ശരിക്കും അതാണ് പറയണത്, ഇവർ വർഗീയ കക്ഷികൾ എന്ന് BJP ആക്ഷേപിക്കുന്നു. ഈ റഹീം അവിടെ പോയത് മുസ്ലിങ്ങളുടെ ആയിട്ടുള്ള എല്ലാവരെയും അടിച്ചാക്ഷേപിക്കുന്നില്ല, ചില മോശമായ തീവ്രവാദം ഇങ്ങനെയൊക്കെ ഉള്ള പ്രവർത്തകരുടെ മേഖലയും അവിടെ എന്തോ മയക്കുമരുന്ന് കാര്യങ്ങളും ഒക്കെയാണ് ആ കോളനിയിൽ നടന്നത്. അപ്പോൾ അവിടുത്തെ സിദ്ധാരാമയ്യ ഗവൺമെൻറ് കുറേ കാലം കൊണ്ട് ആഭ്യന്തര വകുപ്പ് നോക്കിയിരിക്കുകയാണ് ആ കോളനിയും ഗ്രാമവും. അവിടുത്തെ ഈ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പേരിൽ നമ്മുടെ UP യോഗിയുടെ ബുൾഡോസർ രാഷ്ട്രീയം സിദ്ധാരാമയ്യ അവിടെ പ്രയോഗിച്ചു. അപ്പോൾ അവിടെ കൂടുതലും മുസ്ലിം ആയതുകൊണ്ടാണ് ഈ റഹീം അവിടെ പോയത്. അതേസമയം അതൊരു ഹിന്ദു കോളനി ആയിരുന്നെങ്കിൽ റഹീം അവിടെ പോകുമോ? ഒരു ക്രിസ്ത്യൻ കോളനി ആയിരുന്നുവെങ്കിൽ റഹീം അവിടെ പോകുമോ?
അതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇരട്ടത്താപ്പ്. ഈ കേരളത്തിൽ നടക്കുന്നതും അതാണ്. ഇവർ ന്യൂനപക്ഷങ്ങളുടെ ഉമ്മാക്കി കാണിച്ചുകൊണ്ട് വോട്ട് കരസ്ഥമാക്കുക. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ മോശമായ പ്രവണതകൾ ചെയ്യുന്നത് അവരാണെന്നൊരു വിശ്വാസമുണ്ട്. അവരല്ല, അവരെ കൊണ്ട് ഭരണകർത്താക്കൾ ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ അമിതമായ രീതിയിൽ ഒരു മുസ്ലിം സഹോദരന് പൈസ കിട്ടുമ്പോൾ അവൻ ആ തൊഴിലിനെ പോവുകയുള്ളൂ. എല്ലാം അതിൽ നല്ല കുലീനത്വവും ഇന്ത്യൻ സംസ്കാരവും ഉള്ള നിരവധി മുസ്ലിം സഹോദരങ്ങളുണ്ട്. എൻ്റെ കൂടെ ജോലിയുള്ളവരുണ്ട്. എന്തിനേറെ പറയുന്നു, ഇവിടുന്ന് പോയ മുൻ ഗവർണർ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എൻ്റെ ബാപ്പയോ ബാപ്പാൻ്റെ ബാപ്പയോ മുസ്ലിമായിരിക്കാം, അതിൻ്റെ മുൻപേ ഉള്ള ആൾക്കാരാരാണ്? ഹിന്ദുക്കളാണ്, കൺവെർട്ടഡ്. നമ്മൾ മലപ്പുറത്ത് പോയ പല വീടുകളിൽ നിന്ന് തുളസിത്തറയുണ്ട്. അവിടെ മതപരിവർത്തനം കൊണ്ട് മുസ്ലിം സഹോദരങ്ങളായതാണ്. പക്ഷേ ഇത് ഒരു BJP ഗവൺമെൻറ്റാണ് ചെയ്തിരുന്നിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ BJPക്കാരാണ് ചെയ്തിരുന്നിരുന്നു എങ്കിൽ, ഈ DYFIക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും SFIക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും എന്തായിരിക്കും പറഞ്ഞത്? വർഗീയത പറഞ്ഞു വരത്തില്ലേ? അതുകൊണ്ട് അവിടുത്തെ വർഗീയത ഊതിപ്പെരുക്കുവാനാണ് റഹീം അവിടെ പോയത്, കർണാടകത്തിൽ. അതോടൊപ്പം തന്നെ നാം മറ്റൊരു കാര്യം പരിശോധിക്കണമല്ലോ. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തകർച്ച ഉണ്ടതായി വിദ്യാഭ്യാസ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ പലതവണയായി സൂചിപ്പിക്കുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ റഹീം? അദ്ദേഹം LLB ഉണ്ട്, ജേർണലിസം ഉണ്ട്, ഇപ്പോൾ PhD റിസർച്ച് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇത്രയും ഉണ്ടായിരുന്നിട്ടും കൃത്യമായ ഒരു ധാരണയില്ല. അപ്പോൾ അത് വിദ്യാഭ്യാസ മേഖലയിലെ ഒരു തകർച്ചയല്ലേ? കേരളത്തിൽ വിദ്യാഭ്യാസ മേഖല രാഷ്ട്രീയവൽക്കരിച്ചു. അതുകൊണ്ടാണ് വരുന്ന ഗവർണർമാരെല്ലാം കേരളം നിലവാരമാക്കണമെന്ന് പറഞ്ഞ്, ചാൻസലർമാരാണല്ലോ ഗവർണർമാർ, വൈസ് ചാൻസലർ പോസ്റ്റ് ചെയ്യുന്നത്. അവിടെ ഇപ്പോൾ നമുക്ക് എടുത്തു നോക്കാം, സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് കുറേ കാലം ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരാണ് സിൻഡിക്കേറ്റ് മെമ്പേഴ്സ്. ഈ മെമ്പേഴ്സ് സിൻഡിക്കേറ്റ് എന്ന ഗവൺമെൻറ് അല്ല, ആ സിൻഡിക്കേറ്റ് കൂടിയിട്ടാണ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അവർക്കിഷ്ടമുള്ളവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാം, എങ്കിൽ പേരിനൊരു എക്സാം എഴുതിപ്പിച്ചാൽ മതി. എത്ര പോലീസുകാർ ഡിഗ്രി എടുപ്പിച്ചിട്ട് SFI പ്രവർത്തകരായിരുന്നവർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. ഇതെല്ലാം വ്യാജമാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസം കുത്തഴിഞ്ഞു പോയി. ഉദാഹരണം ചിന്ത എന്ന് പറയുന്നൊരു യുവജനക്ഷേമ ബോർഡിൽ ഇരുന്ന കുട്ടിയുണ്ട്. അവരും എല്ലാം അറിയാമെന്നുള്ള ഒരു അഹങ്കാരമാണ്. ആരാണോ അവരെല്ലാം ബുദ്ധിജീവികളാണ്. കമ്മ്യൂണിസത്തിൽ ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് കൊടി പിടിച്ചാൽ സോഷ്യലിസവും അവർ വൈരുദ്ധ്യാത്മിക ഭൗതികവാദവും, ഏതോ ഒരു സിനിമയിൽ സന്ദേശത്തിൽ ശങ്കരാടി പറയും പോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കിയാൽ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ ബുദ്ധിമാന്മാരുള്ളൂ, എഴുത്തുകാരുള്ളൂ, പണ്ഡിതരുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം വിവരം കെട്ടവരാണ് എന്നുള്ള ചിന്തയാണ്. ഇവരാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ ആക്ഷേപിക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആലോചിച്ച് നോക്കണം, വല്ല സിലബസ് പരിഷ്കരണങ്ങൾ വരുമ്പം ഏബിളായിട്ടുള്ള പ്രൊഫസർമാരെയും അതിൻ്റെ എക്സ്പെർട്ടുകളായ ആൾക്കാരാണ് ഇപ്പോൾ വാരണാസി പോലുള്ള ഹിന്ദു സർവകലാശാലയിൽ നിയമിക്കുന്നത്. അവരുടെ സ്റ്റാൻഡേർഡായിട്ടുള്ള വൈസ് ചാൻസലർമാരാണ്. ഇന്ന് പല രാജ്യത്തിൻ്റെയും കുട്ടികൾ പഠിക്കുവാൻ വരുന്നത് ഹിന്ദു ബനാറസ് സർവകലാശാലയാണ്, ഡൽഹിയിലുള്ള ദീനദയാൽ ഉപാധ്യായ സർവകലാശാലയിലാണ്, ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി സർവകലാശാലയിലാണ്, പോണ്ടിച്ചേരി സർവകലാശാലയിലാണ്. ഉക്രൈൻ, റഷ്യ, ഈവൻ ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസം ആഗോളതലത്തിൽ വ്യാപിച്ചിരിക്കുന്നു മോഡി ഗവൺമെൻറ് വന്നതിന് ശേഷം. പുതിയ ടെക്നിക്കൽ. അതുകൊണ്ടാണ് ഈ PM ശ്രീ പോലുള്ള പദ്ധതികൾ കുഞ്ഞുങ്ങൾക്ക് അവയർനെസ് കൊടുക്കണമെന്ന് പറഞ്ഞത്. ഈ സ്റ്റേറ്റ് നടപ്പിലാക്കുന്നില്ല. ഈ പറയുന്ന ബഹുമാനപ്പെട്ട റഹീം പോലുള്ള രാജ്യസഭ MP ചില നയങ്ങളുടെ എടുത്ത വിളനില സമരം ഓർമ്മയുണ്ടാവും. യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്ന വിളനിലത്തിന് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് കയറാൻ പറ്റാതാക്കിപ്പിച്ചു. പ്രീ ഡിഗ്രി ബോർഡിന് വേണ്ടി. പ്രീ ഡിഗ്രി ബോർഡ് നിർത്തലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് TM ജേക്കബ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ കാണുന്ന എന്തുമാത്രം ഇവിടുത്തെ KSRTC ബസ്സൊക്കെ നമ്മൾ യുവജന പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന സമയം യുവമോർച്ചയിൽ എല്ലാ KSRTC ബസ്സിനെ എറിഞ്ഞ് പൊളിച്ച് ടയറൊക്കെ കുത്തി കീറി തീയിട്ട് എന്തൊരു ബഹളമായിരുന്നു SFI. എവരുടെയൊക്കെ കുടുംബ സ്വത്തായത്. നമ്മളും നിങ്ങളുമൊക്കെ താങ്കളുമൊക്കെ നികുതി കൊടുക്കുന്ന കാശല്ലേ ഒരു KSRTC ബസ്. അങ്ങനെ ആ KSRTC ബസ്സും കൊണ്ട് ഇവിടെ നഗരം ചുറ്റിയിട്ടുണ്ട്.
അങ്ങനെ പൊതുമുതൽ നശിപ്പിച്ച് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തകർച്ചയിലാക്കി നിലവാരമാക്കി ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിൽ നല്ല രീതിയിൽ കുട്ടികൾ പഠിക്കുവാൻ പോയാൽ പഠിക്കാൻ പറ്റുന്നില്ല, എന്നും സമരം. അതിൻ്റെ തൊട്ടപ്പുറത്തെ സംസ്കൃത് കോളേജിൽ, ഇവിടെ തൊട്ടടുത്ത ആർട്സ് കോളേജിൽ എന്നും സമരമാണ്. പിന്നെ എങ്ങനെ കുട്ടികൾ പഠിക്കുന്നത്? പ്രൊഫസർമാരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം, പ്രൊഫസർമാരുടെ സ്പീച്ച് കേൾക്കണം, എങ്കിൽ മാത്രമല്ലേ കുട്ടികൾക്ക് വീട്ടിൽ ഇരുന്ന് ടെസ്റ്റുമായിട്ട് പഠിക്കാൻ ഒക്കുള്ളൂ. ഇതിനൊന്നും സമയം കൊടുക്കുന്നില്ല. ഭാവിയിലെ SFI നേതാക്കളായി വന്ന് DYFI ആയി നേതാക്കളെ സൃഷ്ടിക്കുവാൻ അവർ ശ്രമിച്ചപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം കേരളത്തിൽ കുത്തനെ താഴോട്ട് പോയി. തൊട്ടടുത്ത നമ്മുടെ തമിഴ്നാട്ടിലുള്ള കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാൻഡേർഡ് പോലും ഇന്ന് കേരള യൂണിവേഴ്സിറ്റിക്കില്ല. ആ രീതിയിലാണ്. ഇഗ്നോ, ഇന്ദിരാഗാന്ധി ഓപ്പൺ സർവകലാശാല, ആ സ്റ്റാൻഡേർഡ് പോലും നമ്മളെ കേരള സർവകലാശാലയ്ക്കോ മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്കോ ഇല്ല. കേന്ദ്രത്തിലെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, അണ്ടർ UPC ടെസ്റ്റുകൾ, അതുപോലെ തന്നെ CUT പോലുള്ള എക്സാമിനുകൾ ഇൻ്റർവ്യൂ ബോർഡിൽ നിലവാരമില്ല. ഒരു ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ തിരിച്ച് ആ കുട്ടിക്ക് പറയുവാൻ അറിഞ്ഞുകൂടാ, ഡിഗ്രി ജയിച്ചു പോകുന്നു. അപ്പോൾ അങ്ങനെ വിളനില സമരം മുതൽ കേരള സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ വിളനിലത്തെ പോലും സമരം ചെയ്ത് കേരളത്തെ തകർച്ചയിലാക്കിയ നേതാക്കൾ ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഇതും നടക്കും, ഇതിൻ്റെ അപ്പുറവും നടക്കും. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു. ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്റർ ഒരു കേന്ദ്രത്തിലൊരു സെമിനാറിൽ പോയാൽ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ സംസാരിക്കാൻ ആ മിനിസ്റ്റർക്ക് പറ്റും. അവരാണ് നമ്മുടെ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നത്. അതേപോലെയാണ്, നമ്മളങ്ങനെ അടിച്ചാക്ഷേപിക്കുന്നതല്ല, നിലവാരമുള്ള ആൾക്കാരുണ്ടായിരുന്നു വിദ്യാഭ്യാസത്തിന്. രവീന്ദ്രനാഥ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു, ക്വാളിറ്റി ഉണ്ട്. കോട്ടയത്തു നിന്നുള്ള സുരേഷ് കുറുപ്പ് ഏബിളായിട്ട് വിദ്യാഭ്യാസമുണ്ട്, അദ്ദേഹത്തിന് ജയിപ്പിച്ച് മന്ത്രിയാക്കുമോ? വിവരമുള്ളവരെന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ മന്ത്രിമാരോ തലപ്പത്തോ വന്നാൽ നാളൊരു കാലത്ത് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകില്ല. ഒന്നും പണ്ട് കണ്ടിട്ടില്ലേ, ഗാന്ധി പാർക്കിൽ യോഗം നടക്കും, കുറേ കടിച്ചാൽ പൊട്ടാത്ത വാക്ക് അങ്ങ് പറയും. പെറ്റി ബൂർഷ്വ, വർഗീയത, ഫാസിസം, ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം എന്ന് പ്രസംഗിക്കുമ്പം താഴെ ഇരിക്കുന്ന SFI DYFI CAT-കാർക്കൊന്നും അറിഞ്ഞുകൂടാ, അവർ കൈയടിച്ചു കൊടുക്കും. ഇത് ഭയങ്കര നേതാവാണ്. ആഗോളവൽക്കരണം, പെറ്റി ബൂർഷ്വ പറഞ്ഞു കണ്ടില്ലേ? ഏതാ ശ്രീനിവാസനും ജയറാമും തമ്മിൽ തർക്കിക്കുമ്പം നീ പോളണ്ടിനെ കുറിച്ചൊന്നും പറയരുത്, കുറേ രാജ്യങ്ങളെ പേരങ്ങ് പറയും. ക്യൂബ, ഹംഗറി, പോളണ്ട്, ജർമ്മനി, ഇതൊക്കെയാണ് അവരുടെ വിദ്യാഭ്യാസ പാഠ്യപദ്ധതികൾ. അല്ലാതെ ന്യൂനതമായ ഭാരതത്തെ എങ്ങനെ സൃഷ്ടിക്കാം, കേരളത്തിൽ ഏത് രീതിയിൽ വിദ്യകൾ കൊടുക്കാം. ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഡിഗ്രി മാത്രം പാസ്സായി. എൻ്റെ 80, 77, 78, 79, 80 മുതൽ 85 വരെ നോക്കാം. പിന്നെ യുഗങ്ങൾ മാറുകയാണ്. ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗമാണ്. നമ്മൾ 7 കഴിഞ്ഞ് 8 വരെ UP വരുമ്പോൾ അപ്പർ പ്രൈമറി സ്കൂളിൽ വരുന്ന സമയത്തെങ്കിലും കുറച്ച് നമ്മൾ സാങ്കേതികവിദ്യ പഠിച്ചിരിക്കണം. ഇന്ന് നമ്മളെ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിന് കൂരവ് കോരി കൊടുത്താൽ മൊബൈൽ കാണിച്ചാലേ ആ കുട്ടി എന്തെങ്കിലും കഴിക്കുകയുള്ളൂ. പണ്ടെന്താണ്, കാക്കയും പൂച്ചയും കഥകൾ പറഞ്ഞ് മുറ്റത്ത് നടത്തി ആഹാരം കൊടുക്കുമായിരുന്നു. യുഗം മാറിപ്പോയി. അപ്പോൾ ബ്രില്യൻ്റ് ആയിട്ടുള്ള യുവതിയുവാക്കൾ കേരളത്തിലുണ്ട്. അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുവാൻ നമ്മുടെ സർക്കാരുകൾക്ക് കഴിയുന്നില്ല. അന്ന് നോക്കിക്കോണം, ഇത്രയും സമരങ്ങൾ നടന്നിട്ടും എത്രയെത്ര കുട്ടികൾ വഴിയാധാരമായിട്ടുണ്ടെന്നറിയാം. പോലീസ് കേസ് കാര്യങ്ങൾ എനിക്കറിയാവുന്ന പല വീടുകളുമുണ്ട്. പക്ഷേ അവർ ഗൾഫിലും അവിടെ എവിടെയും പോയി രക്ഷപ്പെട്ടിട്ടുണ്ട്, ജോലികൾ കിട്ടിയിട്ടില്ല. ഒത്തിരി കുട്ടികളെ വഴിയാധാരമാക്കിയതാണ് വളനിലം സമരങ്ങൾ. അവസാനം ആ TMG ഒക്കെ കൊണ്ടുവന്ന പ്രീ ഡിഗ്രി ബോർഡ് മാറ്റിയിട്ട് അവർ പ്രൈവറ്റ് മേഖലകൾക്ക് യൂണിവേഴ്സിറ്റി തുറന്നു കൊടുത്തു. അപ്പോൾ ഇവർ എല്ലാം കത്തി, ഇവരുടെ കമ്മ്യൂണിസ്റ്റിൻ്റെ ആശയമേ ഒന്ന് കത്തി വരാൻ താമസം വേണം. ബ്രെയിൻ വർക്ക് ചെയ്യാൻ ചാർജിലിട്ടിക്കുകയാണ്. അത് ചാർജ് കയറി വരുമ്പോൾ കുറേ താമസമാവും. ആദ്യമായിട്ട് രാജീവ് ഗാന്ധി കമ്പ്യൂട്ടർ കൊണ്ടുവന്നു. കമ്പ്യൂട്ടർവൽക്കരണം ഒന്നാകുമ്പം ജോലി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ സമരങ്ങളായിരുന്നു. അവരുടെ NGO യൂണിയൻ ഉണ്ട്, നോൺ ഗസറ്റ് ഓഫീസേഴ്സ് യൂണിയൻ. അവർ തെരുവ് നാടകങ്ങളായിരുന്നു. പാറശാല മുതൽ കാസർഗോഡ് വരെ എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും കമ്പ്യൂട്ടർ വന്നാൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ഒക്കില്ല,
10 പേര് ചെയ്യുന്നിടത്ത് ഒരാൾ മതി എന്നുള്ളത് എതിർത്തു. ഇന്നോ ആ നേതാക്കളും മന്ത്രിമാരും ലാപ്ടോപ്പും കൊണ്ടൊക്കെയല്ലേ CC കമ്മിറ്റിക്ക് പോളിറ്റ് ബ്യൂറോയിലൊക്കെ പോണത്. എന്തിനും ആദ്യം പദ്ധതികളെ എതിർക്കുന്ന ഒരു കൂലങ്കുഷിതമായ ഒരു വിരട നയമാണ് കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളത്. പിന്നെ അവർക്ക് കത്തുള്ളൂ. ഉദാഹരണത്തിന് തുറമുഖം തന്നെ നമുക്ക് എടുത്തു നോക്കാം. ആദ്യം തുറമുഖം വന്നപ്പോൾ എനിക്കറിയാം വിഴിഞ്ഞ ഏരിയ കമ്മിറ്റി, അതുപോലെ തിരുവല്ല ഏരിയ, നേമം ഏരിയ, തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഈ പദ്ധതി അദാനിയെ വളർത്താനാണ് സമരമായിരുന്നു, പദയാത്രകളായിരുന്നു, കൊടിയും പിടിച്ച് തൊപ്പിയും വച്ച് സമരങ്ങളായിരുന്നു. അവസാനം ആ പദ്ധതിയിൽ അവർക്ക് കയറേണ്ടി വന്നു, ജനം തിരിയുമെന്നറിഞ്ഞപ്പോൾ. അന്ന് ദേശാഭിമാനിയിൽ ന്യൂസ് എഴുതിയിരുന്ന എന്താണ്, കടൽ വിറ്റു, വിൽപ്പന ഇന്നൊന്നുമില്ല അവർക്ക്. ഈ പറയുന്ന നേതാക്കളുടെ മക്കളുകൾ പഠിക്കുന്ന എവിടെയാണ്? മുഖ്യമന്ത്രിയുടെ വെളിയിലല്ലേ? വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ മക്കൾ എവിടെയാണെന്ന് പരിശോധിക്കണം. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി ആയിരിക്കണ MA ബേബി സാറിൻ്റെ മക്കൾ എവിടെയാണെന്ന് നോക്കണം. എല്ലാ മന്ത്രിമാരുടെ മക്കളും ഉന്നത വിദ്യാഭ്യാസം എടുത്ത് വിദേശ സർവകലാശാലയിൽ നിന്ന് ഡിഗ്രികളും PhD എടുക്കാം. കേരളത്തിലുള്ള മക്കൾ പഠിക്കരുത്, വിവരം വെച്ചു പോവും, അവർക്ക് ജോലികളായി പോവും. അതൊന്നും പാർട്ടിക്ക് കൊടി പിടിക്കാനോ കല്ലെറിയുവാനോ കിട്ടുകയില്ല. ഇതുകൊണ്ടാണ് നന്ദിഗ്രാമിൽ ടാറ്റയുടെ ആ നാനാ ഫാക്ടറി വണ്ടി വന്നപ്പോൾ പാടില്ല എന്ന് പറഞ്ഞ് എതിർത്തതും അവിടുത്തെ ജനങ്ങൾ കയറി തിരിഞ്ഞതും സിന്ദൂർ പ്രശ്നങ്ങൾ വന്ന് വെടിയെ പോകുന്നതും. ഇതേപോലെയാണ് അഗർത്തലയിൽ വലിയൊരു IT പാർക്ക് ചെന്നു, ത്രിപുരയിൽ മണിക് സർക്കാർ ഇരിക്കുന്ന സമയത്ത്. അഗർത്തല അത് കമ്പ്യൂട്ടർ വൽക്കരണം വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിസം നശിക്കുമെന്ന് പറഞ്ഞ് അവിടെ എതിർ സമരം, അഗർത്തല സിറ്റി കംപ്ലീറ്റ് സമരങ്ങളൊക്കെ ആയിരുന്നു. അവിടെ കമ്മ്യൂണിസ്റ്റത്തിനെ വേരോടെ ജനം പിഴുതെറിഞ്ഞിട്ട് വിപ്ലവ് കുമാർ എന്ന് പറയുന്ന ആളിൻ്റെ കയ്യിൽ BJP ഏൽപ്പിച്ചു. ബംഗാളിലെ നന്ദിഗ്രാം പോലുള്ള സമരങ്ങളും കർഷക ബഹളവും കാര്യങ്ങളും കൊന്നൊടുക്കി അവിടുന്ന് കമ്മ്യൂണിസത്തിനെ വേരോടെ പിഴുതെറിഞ്ഞ് മമതാ ബാനർജിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പോൾ ഇതാണ് കമ്മ്യൂണിസം. അവർ പറയണം കേരളത്തിൽ BJPയുടെ താമര വിരിയില്ല, ഈ പരിപ്പ് ഈ മണ്ണിൽ വേവൂല, ഇത് കേരളമാണ്. ഏത് മുദ്രാവാക്യം വിളിച്ചാലും ഇത് കേരളമാണ്, ഇത് കേരളമാണ്. പക്ഷെ കേരളം കുഴിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള പദ്ധതികളും പദ്ധതിക്ക് വേണ്ട സാമ്പത്തികവും എല്ലാം ആണ് എങ്കിൽ സുന്ദരമായ ഈ കേരളത്തെ മറ്റു സംസ്ഥാനങ്ങളെപ്പോലെ വളർത്തിയെടുക്കുവാൻ കഴിയും. ഉദാഹരണം ഹിമാചൽ പ്രദേശ് കൊച്ചു സംസ്ഥാനമാണ്. അവിടുന്ന് കേന്ദ്ര GST ഏകദേശം ഒരു 2-2.5 വർഷമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൈസകൾ അവർ മേടിച്ചിട്ട്. അത്രയ്ക്ക് കൃഷിയാണ് അവിടെ. ആപ്പിള്, ഓറഞ്ച്, അതുപോലുള്ള നമ്മുടെ കുങ്കുമപ്പൂക്കൾ, ടൂറിസം, സെമില പോലുള്ള ടൂറിസം വ്യവസായം. ഇവിടെ ടൂറിസം പൂവാറ് മുതൽ നമ്മുടെ വർക്കല വരെ ബീച്ചിനെ സുന്ദരമാക്കുകയാണ്. ബാങ്കോക്കോ ബാലിയിലോ ഒരു സിംഗപ്പൂരോ പോവേണ്ട കാര്യമില്ലല്ലോ. അതിനേക്കാൾ സുന്ദരമായ ഒരു ബീച്ചല്ലേ നമുക്കുള്ളത്. എവിടെയെങ്കിലും ടൂറിസത്തിന് കോവളമല്ലാതെ എന്തെങ്കിലും ഒരു പദ്ധതി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇത് വേറൊരു രാജ്യത്ത് തന്നെ. അതായത് ജോർജ് കുളങ്ങര സാറ് ഓപ്പണായിട്ട് പറയാറുണ്ട്, നമ്മളെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഈ കേരളത്തെ ഉപയോഗിക്കുവാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ഭരണകർത്താക്കൾ ഉപയോഗിച്ചിട്ടില്ല. ഒന്ന് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം കൊണ്ട് പ്രബുദ്ധരാകണമെന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. അത് നടപ്പിലാക്കുവാൻ അവർ തയ്യാറാകുന്നില്ല. ഇവിടെ തൊട്ടതും പിടിച്ചതും വർഗീയത, ജാതീയം, മതം, ഇവർ തന്നെ അണ്ടർഗ്രൗണ്ടായിട്ട് അതിൽ പോകുന്നു. അതാണ് കർണാടകത്തിലെ സിദ്ധാരാമയ്യ സർക്കാർ ബുൾഡോസർ തുടങ്ങിയപ്പം മുസ്ലിം സമുദായം കൂടുതലുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഈ റഹീം അവിടെ സംസാരിക്കുവാൻ പോയത്. ആ ലേഖനം ചോദിച്ചപ്പം ബബ്ബ നായിപ്പോയി. അപ്പോൾ അതാണ് അദ്ദേഹത്തിന് ആ ചാനലുകാരോടെയും സുഖമായിട്ട് മലയാളത്തിൽ പറയാം. അവിടെ ആ അകർഷതാബോധം വന്നിട്ട് കാര്യമില്ല. സ്വന്തം ലാംഗ്വേജ് പറയുമ്പോൾ അവർ ചാനലിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിക്കും. എന്തിനാണ് അവിടെ അപകർഷതാബോധം? ഞാൻ മലയാളം പറഞ്ഞാൽ എൻ്റെ സ്റ്റാൻഡേർഡ് പോകുമോ? അപ്പോൾ എല്ലാം അറിയാമെന്നുള്ളൊരു അഹംഭാവവും ആണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളത്. അത് അവരുടെ തന്നെ കുഴി അവർ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഏകദേശം എന്ത് കാര്യത്തിനും അവർ ആദ്യം തർക്കിക്കും, പിന്നെ ആ വികസനത്തിന് അവർ മുന്നിൽ വരികയുള്ളൂ. ഇതാണ് കേരളത്തിലെ കമ്മ്യൂണിസം. അധികം കാലം കേരളത്തിൽ പോവുകയോ പറ്റുകയൊന്നുമില്ല. ഇവിടെയും ബംഗാളും ത്രിപുര പോലെ താമസിക്കാതെ തന്നെ ആകും. ഇവിടുത്തെ ഗവൺമെൻറ് ഇനിയെങ്കിലും ചെയ്യാൻ പറ്റുന്നത്
പദ്ധതി തുകകൾ കേന്ദ്രത്തിൽ നിന്ന് അർഹമായി വാങ്ങിച്ചിട്ട് ഇവിടുന്ന് പോയ കുട്ടികൾക്ക് ജോലി കൊടുക്കേണ്ട എന്തെങ്കിലും വ്യവസായശാലകൾ ഇവിടെ തുടങ്ങിയാൽ മാത്രമേ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇവിടെ പിടിച്ചു നിർക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ എപ്പോഴും കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും കുറ്റം പറഞ്ഞ് RSSനെയും കുറ്റം പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അവർ ഇനി വീണ്ടും കുഴിയിലോട്ട് തന്നെ പോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.